നമസ്കാരം. പ്രമേഹത്തിൻ്റെ എല്ലാ തലങ്ങളും സ്പർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഡയബറ്റിക് കെയർ ഇന്ത്യ എന്നുള്ള ഈ ചാനൽ തുടങ്ങിയത്. എങ്കിലും ടൈപ്പ് 2 പ്രമേഹത്തെക്കുറിച്ചാണ് ബഹുഭൂരിപക്ഷം ലക്കങ്ങളും ബഹുഭൂരിപക്ഷം വിഷയങ്ങളും നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അത് ടൈപ്പ് 1 ഉള്ള വ്യക്തികൾക്കും ടൈപ്പ് 1 രോഗികളുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്കും എന്തെങ്കിലും തരത്തിലുള്ള വ്യസനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. അത് മനഃപൂർവ്വമായിരുന്നില്ല. ടൈപ്പ് 1 രോഗികൾ ഞങ്ങൾക്ക് വേണ്ടാത്തവരൊന്നുമല്ല. അവർ നമ്മൾ അവഗണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ക്ഷമിക്കുക. ഒരിക്കലും അങ്ങനത്തെ ഒരു രീതിയിലല്ല. കാരണം ടൈപ്പ് 2 ആണ് വളരെ സർവ്വസാധാരണമായിട്ട് കാണപ്പെടുന്നത്. അതിനാൽ ടൈപ്പ് 2യെ ചുറ്റിപ്പറ്റിയാണ് കൂടുതൽ വിഷയങ്ങളും ഇവിടെ അവതരിപ്പിച്ചത്. ടൈപ്പ് 1നെ കുറിച്ചുള്ള ഈ ഒരു പ്രത്യേക എപ്പിസോഡായിട്ടാണ് ഞങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ടൈപ്പ് 1നെ കുറിച്ച് മാത്രമേ ഇവിടെ പറയുള്ളൂ. ടൈപ്പ് 1ൻ്റെ ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്ന അറിവുകൾ, എന്തുകൊണ്ടാണ് ടൈപ്പ് 1 ഉണ്ടാവുന്നത് എന്നുള്ളത് കഴിഞ്ഞുപോയ എപ്പിസോഡുകളിൽ ഞാൻ വിശദീകരിക്കുകയുണ്ടായി. അതായത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസായിട്ട് വേണം ടൈപ്പ് 1നെ കാണാൻ. എന്താണ് ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റി? അതിനെക്കുറിച്ചും വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നിങ്ങളുടെ ബെനിഫിറ്റിന്, നിങ്ങൾക്ക് അറിവിലേക്ക് വേണ്ടി സംക്ഷിപ്തമായിട്ട് ഇപ്പോൾ അത് ആവർത്തിക്കാം. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി ശരീരത്തിൻ്റെ തന്നെ കോശങ്ങൾക്ക് നേരെ തിരിയുന്ന ഒരു സ്ഥിതിവിശേഷം. സാധാരണഗതിയിൽ രോഗപ്രതിരോധ ശക്തി ശരീരത്തിൻ്റെ പുറത്തു നിന്ന് വരുന്ന വസ്തുക്കളോ അല്ലെങ്കിൽ രോഗാണുക്കളെയോ തിരിച്ചറിഞ്ഞ് അവയെ തടയാനും അവരെ നശിപ്പിക്കാനും വേണ്ടി ആയിരിക്കണം, അല്ലേ? രോഗപ്രതിരോധ ശക്തിയുടെ പ്രവർത്തനം അതായിരിക്കണം. ശരീരത്തിൻ്റെ തനതായ കോശങ്ങളെ തന്നെ രോഗപ്രതിരോധ ശക്തി സാധാരണ രീതിയിൽ ആക്രമിക്കാൻ പാടില്ല, നശിപ്പിക്കാൻ പാടില്ല. പക്ഷേ ടൈപ്പ് 1 ഡയബറ്റീസ് പോലെയുള്ള ചില രോഗങ്ങളിൽ ഏതോ കാരണങ്ങളാൽ, ആ കാരണങ്ങൾ എന്താണെന്നുള്ളത് ഇപ്പോഴും നമുക്ക് വ്യക്തമല്ല, എന്തോ കാരണങ്ങളാൽ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി ശരീരത്തിൻ്റെ കോശങ്ങൾക്ക് നേരെ തിരിയുകയും ചില കോശങ്ങൾ, അതായത് ആ രോഗം ഏതാണോ അല്ലെങ്കിൽ ആ രോഗപ്രക്രിയ ഏതാണോ അതനുസരിച്ച് ആ പ്രത്യേക തരത്തിലുള്ള കോശങ്ങളെ നശിപ്പിക്കുകയും അങ്ങനെ ഒരു രോഗം സംജാതമാവുകയും ചെയ്യുന്നു. അപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസിൽ എന്താ സംഭവിക്കുന്നത്? രോഗപ്രതിരോധ ശക്തി പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ, അതായത് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുകയും അതോടെ ഈ വ്യക്തിയുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനം തീരെ ഇല്ലാതാവുകയും ചെയ്യുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെയാണ് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത്. പണ്ടൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ടൈപ്പ് 1 ഡയബറ്റിക്സ് കുട്ടികളിൽ മാത്രമേ കാണപ്പെടുള്ളൂ എന്നൊരു വിശ്വാസമുണ്ടായിരുന്നു. അത് തെറ്റാണ്. ടൈപ്പ് 1 ഡയബറ്റീസ് ഏത് പ്രായത്തിലും വരാം, പക്ഷേ കുട്ടികളിലാണ് കൂടുതൽ കണ്ടുവരുന്നത് എന്ന് മാത്രം. അപ്പോൾ കുട്ടികളിൽ ടൈപ്പ് 1ഉം കാണാം, ടൈപ്പ് 2ഉം കാണാം. ഇപ്പോൾ ചില കുട്ടികളിലൊക്കെ ഇപ്പോൾ ടൈപ്പ് 1 കണ്ട് തുടങ്ങിയതിൻ്റെ കുറേ റിപ്പോർട്ട്സൊക്കെ വായിക്കാറുണ്ട്. അപ്പോൾ ടൈപ്പ് 1 മുതിർന്നവരിലും വരാം. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ടൈപ്പ് 1 പേഷ്യൻ്റ്, ഏറ്റവും പ്രായം കൂടിയ ടൈപ്പ് 1 പേഷ്യൻ്റ് 73 വയസ്സുകാരനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇത്രയും വർഷമായിട്ട് പ്രമേഹ രോഗിയായിരുന്നില്ല. 71ാമത്തെ വയസ്സിലാണ് അങ്ങേർക്ക് പ്രമേഹമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതും പിന്നീട് ഒരു പരിശോധനകളിലൂടെ അത് ടൈപ്പ് 1 ആണെന്ന് മനസ്സിലായി. ഇപ്പോൾ അങ്ങേരെ 73 വയസ്സാണ്. അപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസ് ഇൻ എൽഡർലി ക്യാൻ ഹാപ്പൻ, ബട്ട് ഇറ്റ്സ് മോർ കോമൺ ഇൻ കിഡ്സ്. അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ടൈപ്പ് 1ൽ എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ എന്നായിരിക്കും നിങ്ങളുടെ അടുത്ത സംശയം. അപ്പോൾ ടൈപ്പ് 1 പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് സാധാരണ പ്രത്യക്ഷപ്പെടുന്നത്. അതായത് വളരെ നാടകീയമായിട്ടാണ് ടൈപ്പ് 1 പ്രകടമാവുന്നത്. അല്ലാണ്ട് ടൈപ്പ് 2വിനെ പോലെ സാവധാനം ഷുഗർ കൂടി വരുന്നു, സാവധാനം അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടുന്നു. ആ രീതിയിലല്ല ടൈപ്പ് 1 സാധാരണ പെരുമാറുന്നത്. പെട്ടെന്നൊരു ദിവസം ഒരു വല്ലാത്തൊരു ക്ഷീണം, തൊണ്ടയൊക്കെ വരണ്ടു പോവുക, ചിലവർ കൊലാപ്സ് ചെയ്യും, ചിലവർ ബോധം നഷ്ടപ്പെട്ട് വീഴും, അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥയിലാവും. വളരെ നാടകീയമായിട്ടാണ്, പെട്ടെന്നാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഭയങ്കരമായി വണ്ണം കുറയുന്നു. അതൊരു സർവ്വസാധാരണമായിട്ടുള്ളൊരു ലക്ഷണമാണ്.
അതായത് ഒരാഴ്ചക്കുള്ളിൽ 3 കിലോ അല്ലെങ്കിൽ 4 കിലോ 5 കിലോ ഒക്കെ വെയിറ്റ് കുറയുക ഒറ്റ ആഴ്ചക്കുള്ളിൽ. ദാറ്റ് ഈസ് റിയലി സസ്പീഷ്യസ്. അത് ദാറ്റ്സ് നോട്ട് നോർമൽ. ഒരാഴ്ചക്കുള്ളിൽ തന്നെ 3 അല്ലെങ്കിൽ 5 കിലോ ഒക്കെ കുറയുക എന്ന് പറയുന്നത്. ആൻഡ് ഭയങ്കര ദാഹമായി തോന്നുക, ഭയങ്കര മൂത്രമായി, വളരെ കൂടുതൽ മൂത്രം പോവുക, അങ്ങനത്തെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ നിർബന്ധമായും രക്തത്തിലെ ഷുഗർ അളക്കണം. ഗ്ലൂക്കോസ് അളന്ന് ഇത് ടൈപ്പ് 1 ഡയബറ്റീസ് ആണോ എന്ന് അന്വേഷിക്കണം. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളിൽ. കാരണം നിങ്ങൾക്കറിയാവുന്നതുപോലെ ടൈപ്പ് 1 ഡയബറ്റീസ് കൊച്ചുകുട്ടികളിലാണ് കൂടുതൽ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ടൈപ്പ് 1ൻ്റെ എങ്ങനെയാണ് നിർണ്ണയിക്കുക, എങ്ങനെയാണ് ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം തമ്മിൽ നമ്മൾ തിരിച്ചറിയുക? ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം തിരിച്ചറിയാൻ ഇക്കാലത്ത് പരിശോധനകൾ, ലാബ് ടെസ്റ്റ്സ് ലഭ്യമാണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞില്ലേ ഓട്ടോ ഇമ്മ്യൂണിറ്റി, അതായത് ശരീരം തന്നെ ശരീരത്തിൻ്റെ കോശങ്ങൾക്കെതിരെ ചില ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കും. മനസ്സിലായോ? അപ്പോൾ ഈ ആൻറ്റിബോഡീസിനെ അളക്കുന്നതിലൂടെയാണ് നമ്മൾ ടൈപ്പ് 1ഓ ടൈപ്പ് 2ഓ എന്ന് തിരിച്ചറിയാൻ ചെയ്യുന്ന ചില പരിശോധനകൾ. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിശോധന ടൈപ്പ് 1ന് വേണ്ടി നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അതിന് സി പെപ്റ്റൈഡ് എന്ന് പറയും. അതായത് ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ഈ സി പെപ്റ്റൈഡ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. സി പെപ്റ്റൈഡ് എന്ന് പറയുമ്പോൾ കണക്റ്റിംഗ് പെപ്റ്റൈഡാണ്. 2 പെപ്റ്റൈഡ് ചെയിൻസിന്, ഇൻസുലിൻ്റെ 2 പെപ്റ്റൈഡ് ചെയിൻസിനെ ബന്ധിപ്പിക്കുന്ന ഒരു ചെയിനാണ് ഈ കണക്റ്റിംഗ് പെപ്റ്റൈഡ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ കണക്റ്റിംഗ് പെപ്റ്റൈഡ് ഉണ്ടെങ്കിൽ, കണക്റ്റിംഗ് പെപ്റ്റൈഡ് ഒരു ലെവലിലും മുകളിലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇൻസുലിൻ ഉൽപ്പാദനം നടക്കുന്നുണ്ട് എന്നാണ്. എന്നാൽ ഒരു ലെവലിൽ താഴെയാണ് കണക്റ്റിംഗ് പെപ്റ്റൈഡ് എന്ന് ആണെങ്കിൽ ഇൻസുലിൻ ഉൽപ്പാദനം തന്നെ നടക്കുന്നില്ല. അപ്പോൾ കണക്റ്റിംഗ് പെപ്റ്റൈഡായ സി പെപ്റ്റൈഡിൻ്റെ പരിശോധനയിലൂടെ, അത് വളരെ പ്രധാനപ്പെട്ട സർവ്വസാധാരണമായിട്ട് ചെയ്യുന്ന ഒരു ലാബ് ടെസ്റ്റാണ് സി പെപ്റ്റൈഡ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ആൻറ്റിബോഡീസ്, പല തരത്തിലുള്ള ആൻറ്റിബോഡീസ് ഉണ്ട്. ഞാൻ അതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്നത് GAD65 ആൻറ്റിബോഡീസ്, പിന്നെ ഐലറ്റ് സെൽ ആൻറ്റിബോഡീസ്, പിന്നെ ഏറ്റവും ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, അതായത് കൃത്യമായിട്ട് നമുക്ക് ടൈപ്പ് 1 ആണോ എന്നറിയാൻ ചെയ്യുന്ന ആൻറ്റിബോഡിയുടെ പേര് ആൻറ്റി സിങ്ക് ട്രാൻസ്പോർട്ടർ 8 ആൻറ്റിബോഡി എന്നാണ്. അപ്പോൾ ഈ സിങ്ക് ട്രാൻസ്പോർട്ടർ ആൻറ്റിബോഡിയുടെ അളവ് അളന്നെടുത്തിട്ടുണ്ടെങ്കിൽ അത് ടൈപ്പ് 1 ആണെന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും. കാരണം പണ്ട് കാലങ്ങളിൽ പ്രമേഹത്തിന് 2 or 3 വെറൈറ്റീസേ ഉണ്ടായിരുന്നുള്ളൂ, വകഭേദങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ടൈപ്പ് 1, അതായത് അന്ന് ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ് മെലൈറ്റസ് IDDM എന്ന് പറയപ്പെട്ടിരുന്നത്. പിന്നെ നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ് മെലൈറ്റസ് എന്ന് ഇക്കാലത്ത് ടൈപ്പ് 2 എന്ന് പറയുന്നതും, പിന്നെ ജെസ്റ്റേഷണൽ ഡയബറ്റീസ്, അങ്ങനെ 3 വിഭാഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് ഒട്ടനവധി വിഭാഗങ്ങളുണ്ട്. അതിനാൽ ചില സന്ദർഭങ്ങളിൽ ഏത് തരത്തിലുള്ള പ്രമേഹമാണ് എന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനത്തെ സന്ദർഭങ്ങളിലാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ സിങ്ക് ട്രാൻസ്പോർട്ടർ 8 ആൻറ്റിബോഡി അളന്ന് നോക്കുന്നത് നമ്മളെ സഹായിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കുന്നുണ്ടോ എന്ന് അളക്കാനുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന സി പെപ്റ്റൈഡും പിന്നെ ബാക്കിയുള്ള ആൻറ്റിബോഡീസിലൂടെ നമുക്കിത് ടൈപ്പ് 1 ഡയബറ്റീസ് ആണോ എന്നുള്ളത് അറിയാൻ പറ്റും. ടൈപ്പ് 1 ഡയബറ്റീസ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കണം ചികിത്സ? നിങ്ങൾ അറ്റ്ലീസ്റ്റ് അതിനെക്കുറിച്ച് കുറച്ചെങ്കിലും വായിച്ചിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഏറ്റവും പ്രധാനമായിട്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഭക്ഷണ ക്രമീകരണവും വ്യായാമത്തിൻ്റെ ക്രമീകരണവും അല്ലെങ്കിൽ ജീവിത രീതികൾ വരുത്തേണ്ട മാറ്റങ്ങൾ, ഉറക്കം, അങ്ങനത്തെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. പക്ഷേ മരുന്നുകളിൽ ഏതാണ് എന്നുള്ളതിനെക്കുറിച്ച് പലർക്കും സംശയമുണ്ട്. ഇൻസുലിൻ ആണെന്നുള്ളതിനെക്കുറിച്ച് സംശയമൊന്നുമില്ല, പക്ഷേ ഏത് ഇൻസുലിൻ ആണെന്നുള്ളത് അത് ഓരോ വ്യക്തിക്ക് അനുസരിച്ചിരിക്കും. പക്ഷേ സാധാരണ നമ്മളിപ്പോൾ കൊടുക്കാറുള്ളത് ബേസൽ ബോളസ് എന്നുള്ളൊരു രീതിയിലാണ്. അതായത് ദീർഘനേരം പ്രവർത്തിക്കാവുന്ന ഒരു ലോങ് ആക്ടിങ് ഇൻസുലിൻ ദിവസേന 1 തവണ കൊടുക്കുകയും അതിൻ്റെ കൂടെ തന്നെ 2 or 3 തവണ ഓരോ ഭക്ഷണത്തോടൊപ്പം, അതായത് ഓരോ പ്രധാനപ്പെട്ട ആഹാര സമയത്തും എടുക്കേണ്ടി വരുന്ന തരത്തിലുള്ള ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻസ്. അപ്പോൾ മൊത്തത്തിൽ 4 കുത്ത് ഓരോ ദിവസവും 24 മണിക്കൂറിനുള്ളിൽ 4 കുത്ത് എടുക്കുന്ന തരത്തിലുള്ള ഇൻസുലിൻ്റെ ക്രമീകരണമാണ് ഏറ്റവും നല്ലത് എന്ന് പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഈയിടെ കാലങ്ങളിൽ, അതായത് അടുത്ത കാലത്ത് SGLT2 ഇൻഹിബിറ്റേഴ്സ് എന്ന്
പറയപ്പെടുന്ന മരുന്നുകൾ, ആ ഒരു വിഭാഗത്തിൽപ്പെടുന്ന മരുന്നുകൾ ടൈപ്പ് 1 ഡയബറ്റിക്സ് ആയ മുതിർന്നവരിൽ, ഓർമ്മ വയ്ക്കണം, ഓൺലി ഫോർ അഡൾട്ട്സ് വിത്ത് ടൈപ്പ് 1 ഡയബറ്റീസ്. കുട്ടികളിൽ ഇത് ബാധകമല്ല, കുട്ടികൾക്ക് ഇത് ബാധകമല്ല, ദയവായി ശ്രദ്ധിക്കുക. മുതിർന്നവരായ ടൈപ്പ് 1 ഡയബറ്റീസ്, ഞാൻ പറഞ്ഞില്ലേ ടൈപ്പ് 1 ഡയബറ്റീസ് മുതിർന്നവരിലും സംഭവിക്കാം, കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവരിൽ വരാം. മുതിർന്നവരായ ടൈപ്പ് 1 ഡയബറ്റിക് രോഗികൾക്ക് ഈ ഗുളികകളും നല്ലതാണ് എന്ന് പല പഠനങ്ങളും തെളിയിക്കുകയും അമേരിക്കയിൽ FDA അപ്രൂവൽ കിട്ടുകയും ചെയ്തു, FDAൻ്റെ അംഗീകാരം കിട്ടുകയും ചെയ്തു ഫോർ യൂസ് ഇൻ അഡൾട്ട്സ് വിത്ത് ടൈപ്പ് 1 ഡയബറ്റീസ്. അപ്പോൾ അടുത്ത ചോദ്യം, മെറ്റ്ഫോർമിൻ ടൈപ്പ് 1 ഉപയോഗിക്കാമോ എന്നുള്ളത്. യെസ്, മെറ്റ്ഫോർമിൻ ടൈപ്പ് 1 ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും വളരെ ആശാവഹമായ അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട്. ചെറിയ ഡോസിൽ മെറ്റ്ഫോർമിൻ ഈ ടൈപ്പ് 1 ഡയബറ്റിക്സിൽ ഗുണം ചെയ്യും എന്ന് പറയപ്പെടുന്ന പല പഠനങ്ങളും ഇപ്പോൾ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്. എന്നാലും ടൈപ്പ് 1 ഡയബറ്റീസിൻ്റെ പ്രധാന ചികിത്സാ രീതി ഇൻസുലിൻ തന്നെയാണ്. ഏത് തരത്തിലുള്ള ഇൻസുലിൻ എന്നുള്ളത് ആ വ്യക്തിയുടെ ജീവിത രീതികൾ, ആ വ്യക്തിയുടെ പ്രത്യേകതകളെല്ലാം ഉൾക്കൊണ്ടിട്ട് വേണം നമ്മൾ തീരുമാനിക്കാൻ. അപ്പോൾ അതിൽ ജനറലൈസ് ചെയ്യാൻ സാധ്യമല്ല. പിന്നെ ടൈപ്പ് 1 മാറുമോ എന്നുള്ളതാണ് പലരുടെയും ഒരു സംശയം. നിർഭാഗ്യവശാൽ ടൈപ്പ് 1 ആണെങ്കിൽ അത് മാറാനുള്ള സാധ്യത ഇല്ല. കാരണം നിങ്ങളുടെ ശരീരത്തിൽ വന്നിരിക്കുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ബീറ്റാ സെൽസ് പൂർണ്ണമായിട്ടും മിക്കവാറും 99% നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ വീണ്ടും ഈ ബീറ്റാ കോശങ്ങൾ, ബാക്കിയുള്ള 1% താഴെയുള്ള ബീറ്റാ കോശങ്ങൾക്ക് ഒരു ആയുസ് മുഴുവൻ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമല്ല. അതിനാൽ ടൈപ്പ് 1 രോഗികൾ എന്തായാലും ബാക്കിയുള്ള ഇൻസുലിൻ എടുക്കേണ്ടി വരും. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഇവർക്ക് സാധാരണ ജീവിതം നയിക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ അറിയുന്ന പല വിശിഷ്ട വ്യക്തികൾക്കും ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ട്. ഞാനിവിടെ പേരെടുത്ത് പറയുന്നില്ല, നിങ്ങൾ ഗൂഗിൾ സെർച്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വായിക്കാവുന്നതാണ്. അതിൽ കായിക താരങ്ങളുണ്ട്, സ്പോർട്സ്മാൻ, സിനിമാ താരങ്ങളുണ്ട്, ആക്ടേഴ്സ് ഉണ്ട്, ആക്ട്രസസ് ഉണ്ട്, പൊളിറ്റീഷ്യൻസ് ഉണ്ട്, രാഷ്ട്രീയത്തിൽ ശോഭിക്കുന്ന പലരുമുണ്ട്, വലിയ ബിസിനസ് ടൈക്കൂൺസ്, അങ്ങനത്തെ ആൾക്കാരുണ്ട് ടൈപ്പ് 1 ഡയബറ്റിക്സ്. അപ്പോൾ ഇവരൊക്കെ ഒരു ആയുസ് മുഴുവൻ സാധാരണ രീതിയിൽ ജീവിച്ച് കാണിച്ചവരാണ്. അപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസ് എന്തായി എന്ന് പറയുന്നത് ഭൂമിയുടെ അവസാനമായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ടൈപ്പ് 1 ഡയബറ്റീസിൻ്റെ വിലയിരുത്തൽ, ഇവാലുവേഷൻ ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ലാബ് ടെസ്റ്റ്സ് മാത്രമല്ല, ടൈപ്പ് 1 ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്ത ആ സമയത്ത് തന്നെ നിർബന്ധമായും നേത്ര പരിശോധനയും കിഡ്നികളുടെ പരിശോധനകളും കാർഡിയോവാസ്കുലർ സ്റ്റേറ്റസിൻ്റെ പരിശോധനകൾ, അതായത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരിച്ചറിയുന്നത് വളരെ നിർബന്ധമാണ്. അതിൻ്റെ കൂടെ തന്നെ പാദപരിശോധനയും വളരെ നിർബന്ധമാണ്. കാരണം തീരെ ചെറിയ രക്തക്കുഴലുകളെ ബാധിക്കാൻ വളരെ സാധ്യത കൂടിയ ഒരു അവസ്ഥ ചിലപ്പോൾ ഉണ്ടാവാം. അത് നേരത്തെ തന്നെ തിരിച്ചറിയുക എന്നുള്ളത് അത്യാവശ്യമാണ്. അതിനാൽ ടൈപ്പ് 1 പ്രമേഹ രോഗികൾ നിർബന്ധമായും അതാത് സമയത്ത് ഡോക്ടർ നിർദ്ദേശിക്കുന്ന അതാത് സമയങ്ങളിൽ ഈ പറഞ്ഞ അവയവങ്ങളുടെ പരിശോധനകൾ ചെയ്തേ തീരൂ. എൻ്റെ ബ്ലഡ് ഷുഗർ കൺട്രോളിലാണ് എന്ന് കരുതി ഈ പരിശോധനകൾ ഒഴിവാക്കരുത്. കാരണം ചെറിയ മാറ്റങ്ങൾ നേരത്തെ തന്നെ തിരിച്ചറിയാൻ സാധിച്ചാൽ അത് വലിയൊരു അപകടം ഒഴിവാക്കാൻ സഹായിക്കും. ടൈപ്പ് 1 ഡയബറ്റീസ് വീണ്ടും പറയുന്നു, അതായത് ജീവിതാവസാനമല്ല, ഭൂമിയുടെ അവസാനവുമല്ല. ഒരു വേലി തന്നെ വിള തിന്നുന്ന ഒരു അവസ്ഥ. എന്തോ അതിന് കാരണങ്ങൾ എന്താണെന്ന് ഇപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അത് നിർഭാഗ്യകരം. എന്നാലും വരും കാലങ്ങളിൽ അത് തിരിച്ചറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, എൻ്റെ ഒരു പ്രാർത്ഥനയും. അങ്ങനെ തിരിച്ചറിയുമ്പോൾ ടൈപ്പ് 1 പ്രമേഹത്തിനെക്കുറിച്ച് നമ്മുടെ അറിവും കൂടുമെന്ന് മാത്രമല്ല ചികിത്സയും കൂടുതൽ ഫലപ്രദമാകും. ഇപ്പം തന്നെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ടൈപ്പ് 1 പ്രമേഹ രോഗികൾ ഇതൊന്ന് റിവൈൻഡ് അടിച്ച് വീണ്ടും കാണുക. കാരണം ഇതിൽ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള പല കാര്യങ്ങളും ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഡയബറ്റിക് കെയർ ഇന്ത്യയുടെ ഈ എപ്പിസോഡ്
അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ പ്രതികരണങ്ങൾ ദയവായി ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങളുടെ നിങ്ങൾ ഷെയർ ചെയ്യുക. ഈ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഷെയർ ചെയ്യുന്നതിലൂടെ നമ്മുടെ നിലനിൽപ്പും ഉറപ്പാക്കാൻ സാധിക്കും. ഈ ചാനലിൻ്റെ വളർച്ചയും നിങ്ങൾക്ക് ഉറപ്പാക്കാൻ സാധിക്കും. ദയവായി സഹായിക്കുക, സഹകരിക്കുക, അനുഗ്രഹിക്കുക. നന്ദി, നമസ്കാരം.